എനിക്ക് ഇരട്ടത്താപ്പ് അങ്ങനെയൊന്നും ഒരു വ്യാഖ്യാനം എനിക്ക് പറയാൻ പറ്റില്ല. ഈ ഭാരതത്തിന്റെ ഭരണഘടന കാത്തു സൂക്ഷിക്കാൻ ഭരിക്കുന്ന സർക്കാരുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം, മതസ്വാതന്ത്ര്യം കാത്തുപരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം ഭരിക്കുന്ന സർക്കാരിനുണ്ട്. ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്. കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനോട് തന്നെ പറയും ഇത് ഉത്തരവാദിത്വമാണ്. പക്ഷേ ഇതൊരു ഫ്രിഞ്ച് ഗ്രൂപ്പ്, ബജറംഗൾ പോലെ, ഹിന്ദു ഐക്യവേദി, അങ്ങനെയുള്ള ചില എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ എല്ലാ വിഭാഗത്തിലും മതത്തിലും ഒക്കെ ഉണ്ടാകാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്രമിക്കുക. അങ്ങനെയുള്ള എല്ലാ ആക്രമണങ്ങളെയും ഞങ്ങൾ എതിർക്കുന്നു. ഇപ്പോൾ ഉണ്ടായത് ഇപ്പൊ ജബൽപൂരുണ്ടായി, അതും ഇങ്ങനെയുള്ള എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പാണ് ചെയ്തത്. ഇപ്പോൾ ദുർഗ് എന്ന് പറയുന്ന ഛത്തീസ്ഗഡിലുണ്ടായി. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർ ഭയത്തിലാണ് ജീവിക്കുന്നത്. അതിന്റെ കാരണം ഇപ്പോൾ ഈ ഉണ്ടായ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഞങ്ങൾ മോദിജിയെ ക്രിസ്മസ് സെലിബ്രേഷന് ക്ഷണിച്ചു, അദ്ദേഹം വന്നു. ഒരു പാർട്ടിയോട് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. നേരിട്ട് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ പോയി ചോദിച്ചു. കേരളത്തിൽ അമിത്ഷാ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ക്രിസ്ത്യൻസിന്റെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി ഒരു അവസരം തരണം. അതേ അവസരം തന്നു, ഞാൻ കണ്ടു, പറഞ്ഞു. പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് പോകാൻ ചോദിച്ചു, ചാൻസ് കിട്ടി, പറഞ്ഞു. അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള വർഗീയ പാർട്ടികളുടെ കാര്യമായിട്ട് ഞങ്ങൾക്ക് ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ നേരിട്ട് പ്രൈം മിനിസ്റ്റർ, അപ്പോൾ ഭരിക്കുന്ന പാർട്ടിയോട്, ഭരിക്കുന്ന വ്യക്തികളോടാണ് അഭ്യർത്ഥിക്കുന്നത്. ഭാരതത്തിന്റെ ഭരണഘടന കാത്തു സൂക്ഷിക്കണം. ഇപ്പോൾ ഇത് പറഞ്ഞു കേട്ടു, ഏറ്റവും അവസാനം ഇന്ന് രാവിലെ അത് പറഞ്ഞു കേട്ടു, ഈ ആന്റി കൺവേർഷൻ ബിൽ അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് റിലീജിയസ് ഫ്രീഡം ആക്ട്, അതിന്റെ പേരിൽ ഇവിടെ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നേരത്തെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് മാത്രമായിരുന്നു, ആന്റി കൺവേർഷൻ ബില്ലിന്റെ പേരിലാണ് ആക്രമിച്ചതെങ്കിൽ ഇനി ബെയിൽ കിട്ടല് എളുപ്പമല്ല. അതും ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യത്തിന് ഭരണഘടനയ്ക്ക് എതിരാണ്. ഇങ്ങനെയുള്ള ഒരു ബില്ലുണ്ടാക്കി ഈ ഭാരതത്തിന്റെ ഭരണഘടന ഇത്രയും വ്യക്തമായിരിക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബില്ല് വന്നു, ആ ബില്ല് കൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു? അതിനെതിരെ ഭാരത മനസാക്ഷി ഉണർത്താൻ നിങ്ങളും കൂടി പരിശ്രമിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ വിവേചനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധികം നടത്തുന്നത് കാര്യം, മറ്റ് NSS ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോയിന്റ്മെന്റിന്റെ പ്രശ്നങ്ങൾ ഇപ്പൊ എത്ര നാളായി? പിന്നെ ഇവിടെ തന്നെയാണ് മൈനോറിറ്റിയിൽ, ഇപ്പോ നിങ്ങൾക്ക് തന്നെ അറിയാം, 80:20 അത് നടപ്പാക്കണമെന്ന് പറഞ്ഞ് ഇതിനെതിരെ പോയിരിക്കുന്നു. അപ്പോൾ വിവേചനങ്ങൾ കേരളത്തിലുണ്ട്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അപ്പൊ അതിൽ ഒരാൾ മാത്രമല്ല, എല്ലാവർക്കും എതിരെ അധികാരം ആര് ഭരിക്കുന്നു അവരോട് നമ്മുടെ വേദനകൾ പറയും. ഓരോ സ്ഥലത്തും ഓരോ സ്റ്റേറ്റിലും പല തരത്തിലാണ്. അതുകൊണ്ട് അതിന് ജനറലൈസ്, ഇന്നതാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നതാണ് മണിപ്പൂരിൽ നടക്കുന്നതെന്നോ, മണിപ്പൂരിൽ നടക്കുന്നതാണ് ഇപ്പൊ ഛത്തീസ്ഗഡിൽ നടക്കുന്നത്, UP-യിൽ നടക്കുന്നതെന്നോ, അതാണ് കർണാടക നടത്തുന്നതെന്നും പറയില്ല. എല്ലാത്തിനും അതിൻ്റെതായ വ്യത്യസ്തതകളുണ്ട്. കേരളത്തിൽ ഇത്രമാത്രം ശക്തമായൊരു സമുദായമാണെന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടി ശക്തമായി പറയാൻ സാധിക്കും. ഇവിടെ കുറച്ചുകൂടിയും മെജോറിറ്റിയാണ്, മറ്റു സ്ഥലങ്ങൾ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്, അവിടെ പറയാൻ ആളില്ല. അതുകൊണ്ട് കേരളത്തിലുള്ളവരൊക്കെ നോർത്തിലുള്ളവർക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കും. എല്ലായിടത്തും അതിന്റെ നന്മയുണ്ട്, തിന്മയുണ്ട്, സുരക്ഷിതത്വ കുറവുണ്ട്, സുരക്ഷിതത്വമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓരോ ഇൻഡിവിജ്വൽ കേസുകൾ, അതിപ്പോ ജനറലായി ഈ നിങ്ങളുടെ ചോദ്യത്തിന് ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് എനിക്ക് പറ്റില്ല, പറയുന്നത് ശരിയല്ല.